ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വല്ലാണ്ട് പ്രത്യേകിച്ച് കറികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാനില്ല കേട്ടോ. ചോറ് തന്നെ നമുക്ക് തലേ ദിവസത്തെ കുറച്ച് ഫ്രിഡ്ജിൽ ബാക്കി ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ സ്കൂളിൽ പോയേക്കാണ്, അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഇനി രാത്രി എന്തെങ്കിലും വേണ്ടോ. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ, അപ്പോൾ അത്ര വലിയ വിഭവങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ പുട്ടിലേക്ക് ഉണ്ടാക്കി കടലക്കറി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ല പോലെ വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ചോറിക്ക്, പ്രത്യേകിച്ച് ചോറിക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ അതിനുണ്ടായിരുന്ന ചോറും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഊറ്റിയെടുക്കാം കേട്ടോ. ഇനി കറി വെക്കാൻ വേണ്ടിയിട്ട് മോരും കുമ്പളങ്ങയും കൂടെ ഉണ്ടാക്കാമല്ലോ വിചാരിച്ചു കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം കുമ്പളങ്ങ ഉണ്ടായിരുന്നു, ഇതിൽ പകുതി നമ്മൾ മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ പച്ചക്കറിക്കൊക്കെ നല്ല വില കുറവായിട്ട് 4 കിലോ 100 എന്നൊക്കെ പറഞ്ഞിട്ടാണ് വണ്ടിക്കാരിങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടാവുമല്ലോ ഇപ്പോൾ എല്ലാ വീട്ടിലും. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കട്ടെ. അപ്പോൾ തൊലി ചെത്തുമ്പോഴാണ് കേട്ടോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്, ഈ തൊലി വെച്ചിട്ട് എന്തെങ്കിലും ഒന്നൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിൽ എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ മോരും കുമ്പളങ്ങയൊക്കെ ഉണ്ടാക്കണമെന്ന് ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഇത് പ്രത്യേകിച്ചൊന്നും പറയണില്ല കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പണ്ട് എൻ്റെ ഉമ്മമ്മൊക്കെ കുമ്പളങ്ങയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ കഴമ്പോട് കൂടിയിട്ട് ചെത്തിയിട്ട് കുറച്ച് നേരം ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് വെയിലത്ത് വെച്ചിട്ട് പൊരിച്ചിട്ട് തന്നതായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ കുമ്പളങ്ങൊക്കെ വാങ്ങിക്കുമ്പോൾ മിക്ക ടൈമിലും അങ്ങനെ ചെയ്യാറുണ്ട്. ചില ദിവസം കൂടുതൽ എന്തെങ്കിലുമൊക്കെ പൊരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാറൊന്നുമില്ല. അപ്പോൾ ഇവിടെ പൊരിച്ച് കഴിഞ്ഞാലും കൂടുതൽ ഞാൻ തന്നെ കഴിക്കാറുള്ളൂ, കുട്ടികളൊന്നും അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ അത് വെയിലത്ത് വെക്കാൻ പോയപ്പോഴാണ്, അപ്പോഴും മഞ്ഞ് മാറിയിട്ടുണ്ടായിരുന്നില്ല, നല്ല മഞ്ഞ് തന്നെയാണ് കേട്ടോ. രാവിലെ 10 മണിയാവാനായിട്ടുണ്ട്, എന്നിട്ടും മഞ്ഞിന് നേരിയൊരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. മഞ്ഞാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പണികളൊന്നും എടുക്കാതിരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യട്ടെ. നമ്മൾ ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന തൊലി അത്യാവശ്യം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്, നല്ലപോലെ ഉണങ്ങിയിട്ടില്ല, എന്നാലൊന്ന് വാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് ഒന്ന് പൊരിക്കാൻ വെച്ചിട്ട് ഒരു ഫോൺ വന്നപ്പോൾ ആ സംസാരത്തിൽ അങ്ങനെ നിന്നുപോയി. അതുകൊണ്ട് തന്നെ ഒന്ന് മുരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കളറ് കുറച്ച് മാറി നിൽക്കുന്നത്. പക്ഷേ നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ, കുറച്ച് മുരിഞ്ഞാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കൊണ്ടാട്ടമുളകും ഉണ്ടായിരുന്നു കേട്ടോ, തലേ ദിവസം രാത്രിയാണ് നമ്മളത് പൊരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ കുമ്പളങ്ങയുടെ തൊലിയൊക്കെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പൊരിച്ചിട്ട് കഴിച്ച് നോക്കിട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം.